ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ജയന്റ് അതാണെങ്കിൽ നമ്മുടെ ചുന്തരിപ്പെണ്ണ് വിടലിനെ അറഞ്ചം പുറഞ്ചം അടിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. പക്ഷെ അവസാന നിമിഷം അവൻ അവളെ പുറത്തേക്ക് തള്ളിയിടും. സെയ്റ്റനാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് ടെൻഷനായി അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. ഡോക്കോ ആണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആക്കാനായിട്ട് ഇപ്പൊ സെൻസുബീൻ പയർ അതന്വേഷിച്ച് കാറ്റിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ഗൊഹാനും മൊട്ടപ്പനും അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുപാട് നേരമായി ഗോക്കുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കട്ട് ചെയ്താ ഇവിടെ ഗോക്കുവിന് ഇപ്പൊ ക്യാറ്റ് ആണെങ്കിൽ പുതിയ സെൻസുബീൻ പയർ കൊടുക്കുകയാണ്. ഐ എം സോറി, ഇത് പുതുതായിട്ടുണ്ടാക്കാൻ ഒരല്പ സമയമെടുത്തു. ഇപ്പൊ നടക്കാൻ പോകുന്ന മത്സരം അത് വളരെയേറെ അപകടകരമായ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഉടനെ ഗോക്കുവും അത് ശരിവെച്ച് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ മത്സരം അത് പുനരാരംഭിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അടുത്ത മത്സരം അത് ഗോക്കുവിന്റേതാണ്. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ അവന്റെ അച്ഛൻ വരുന്നതും കാത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉടനെ ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടേക്ക് ചെന്ന് ആങ്കറിനോട് പറയും, ആറ്റാന്റെ മകൾ വിടൽ അവളിപ്പോ ഈ മാച്ച് കാണാൻ ഇവിടേക്ക് വരികയാണ്. ആ കാര്യം സന്തോഷപൂർവ്വം ഇപ്പൊ ആങ്കർ ആണെങ്കിൽ എല്ലാവരും അറിയിക്കും. ഗോഹാൻ ആണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അവന്റെ പപ്പ ഗോക്കുവിനെ കാണാത്തത് കൊണ്ട് തന്നെ ആങ്കറിനോട് പറയും, ദയവ് ചെയ്ത് ഒരല്പസമയം ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതരണം. എന്റെ പപ്പ വിടലിന് കൊടുക്കാനായി ഒരു മെഡിസിൻ അന്വേഷിച്ച് പോയിരിക്കുകയാണ്. എത്രയും വേഗം അദ്ദേഹം തിരികെ എത്തും. ആ ഒരു മെഡിസിൻ കൊടുത്താൽ മാത്രമേ ചുന്തരിപ്പെണ്ണ് വിടൽ അവൾ ബാക്ക് ടു നോർമൽ ആവും. അത് കേട്ട് ആങ്കർ ആണെങ്കിൽ ആ കാര്യം അക്സെപ്റ്റ് ചെയ്യും. കുഴപ്പമില്ല, ഞാൻ ജനങ്ങളെ അത്രയും നേരവും നിയന്ത്രിച്ച് നിർത്താന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാര്യം ഇപ്പൊ ജനങ്ങളോട് പറയും. ഗോഹാനാണെങ്കിൽ ശ്വാസം മുറുക്കെ പിടിച്ച് മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കും. പപ്പ, നിങ്ങൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും ഇവിടേക്ക് എത്താത്തത്? അടുത്ത നിമിഷം ഗോക്കു അവൻ അവിടേക്ക് കടന്നു വരും. ഗോഹാനാണെങ്കിൽ അവന്റെ പപ്പ ഗോക്കുവിന്റെ അടുത്തേക്ക് ഓടിയെത്തും. ഐ എം സോറി, ഞാനൊരല്പം വൈകിപ്പോയി. ഈ സമയങ്ങളിൽ സെൻസുബീൻ ഉണ്ടാവാറില്ല. അതുകൊണ്ട് കാറ്റ് മാസ്റ്റർ അദ്ദേഹം പുതുതായിട്ട് 3 നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഗോഹാന്റെ കയ്യിൽ അത് ഏൽപ്പിക്കും. അവനാണെങ്കിൽ അത് കയ്യിൽ വാങ്ങി ആ പിങ്ക് മാനോട് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വിടലിനടുത്തേക്ക് ഉഷാറായിട്ട് ഓടും. ഗോക്കു ആണെങ്കിൽ അവരെ രണ്ടുപേരെ നോക്കും. പ്രത്യേകിച്ച് അപകടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഗോഹാന്റെ മാസ്റ്റർ പിക്കലോ അദ്ദേഹം അവനുമായിട്ടുള്ള മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയത്? എന്തോ ഒന്ന് കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ആണെങ്കിൽ ആ വില്ലന്മാരെ നോക്കും. അതിനുശേഷം ഇപ്പൊ ഗോക്കുവിനെ നോക്കി, എനിക്കിവിടെ എന്ത് നടന്നാലും പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും കാക്കറോട്ട് അവനെ തോൽപ്പിക്കണം, അതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയും. ഇവിടെ ആണെങ്കിൽ ഗോട്ടനോട് ചോദിക്കും, നിന്റെ അച്ഛന്റെ കയ്യിലെ ആ ബാഗിൽ എന്താ? അതിന് ഗോട്ടൻ പറയും, അതൊരു മെഡിസിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സംശയമുണ്ടെന്ന് അവർ പരസ്പരം പറയും. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ ഇപ്പോ ഒരു പെണ്ണ് വിടല് അവൾ കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് വരും. അവിടെ സാറ്റാൻ ആണെങ്കിൽ ഗോഹാൻ ഒട്ടും ഇഷ്ടമല്ല. ആളാണെങ്കിൽ ഗോഹാനെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കും. പക്ഷെ ആ നൈസായിട്ട് തെന്നി മാറി അവളുടെ അടുത്തേക്ക് വന്ന് ആ സെൻസുബീൻ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ആ ഒരു സൈറ്റാൻ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തള്ളി മാറ്റി എന്റെ മകളുടെ അടുത്തേക്ക് വരും. ഗോഹാനാണെങ്കിൽ അതിലൊരു സെൻസുബീൻ എടുത്ത് അവൾക്ക് നേരെ നീട്ടുകയാണ്. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, എന്റെ പേഷ്യന്റിന് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് കടന്നു വരും, എന്റെ മകൾക്ക് നിന്റെ കയ്യിലുള്ള ഒന്നും തന്നെ കൊടുക്കാനായിട്ട് പാടില്ല. ഉടനെ ഇപ്പോ അവള് കണ്ണു തുറന്ന് ഗോഹാനോട് പറയും, നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു, ഇത് കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. ഗോഹാനാണെങ്കിൽ അതിലൊരെണ്ണം എടുത്ത് അവളുടെ വായിലേക്ക് ഇട്ട് കൊടുക്കും. അവളത് പതിയെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് തുടങ്ങും. സെയ്റ്റാൻ ആണെങ്കിൽ അവളുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് അത് കഴിക്കരുത്, അത് തുപ്പ്. ഗോഹാനാണെങ്കിൽ അവളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് മത്സരിക്കാൻ ഓടുന്നത് കണ്ട സെയ്റ്റാൻ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് അലറി അവന്റെ പിന്നാലെ വരികയാണ്. ഇവിടെ സെൻസുബീൻ കഴിച്ച നമ്മുടെ ചുന്തരിപ്പെണ്ണ് വിടൽ അവളാണെങ്കിൽ ബാക്ക് ടു നോർമലായി ചാടി എഴുന്നേക്കും. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ അവിടേക്ക് ഓടി എത്തുകയാണ്. അവനാണെങ്കിൽ അവരോട് ക്ഷമ പറയും, ഐ എം സോറി, ഞാനൊരല്പം ലേറ്റ് ആയി പോയി. ആങ്കർ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ മത്സരിക്കാനായിട്ട് അവരുടെ രണ്ടുപേരുടെ പേര് വിളിക്കും. ഗോഹാന്റെ എതിരായിട്ട് മത്സരിക്കുന്നത് ആ പിങ്ക് മാൻ ആണ്. അവർ രണ്ടുപേര് സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോ ദൂരത്തായിട്ട് അവന്റെ ക്ലാസ്മേറ്റ്സ് അവര് തിരിച്ചറിയും അത് ഗോഹാൻ തന്നെയാണെന്ന്. ഇവനാണെങ്കിൽ അവരോട് പറയും, നിങ്ങളുടെ ഗസ് അത് കറക്റ്റ് ആണ്, അത് ഗോഹാൻ തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കും അവനവന്റെ പേരും ഐഡന്റിറ്റിയും നമ്മുടെ മുൻപിൽ നിന്നും എല്ലാവരുടെ മുമ്പിൽ നിന്നും മറച്ചു പിടിക്കാൻ ആഗ്രഹിച്ചത്? ഒരുപക്ഷെ മറ്റാരും അവനെ ഫോളോ ചെയ്യരുത് എന്ന് കരുതിയിട്ടായിരിക്കണം. കുഴപ്പമില്ല, ഏതായാലും നമുക്ക് അവന് ഫുൾ സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കൈയൊക്കെ വീശി ഇപ്പൊ ഗോഹാൻ സപ്പോർട്ട് കൊടുക്കാനായിട്ട് തുടങ്ങും. അവന്റെ പേരൊക്കെ വിളിച്ച് അവർ ചിയർ ചെയ്യുന്നത് കണ്ട നമ്മുടെ ഗോഹാൻ അവനാണെങ്കിൽ ഷോക്കായി പോകും. കഷ്ടപ്പെട്ട് അവന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്തിട്ടും ഇപ്പോ അവനെ അവർ തിരിച്ചറിഞ്ഞു. ഓ നോ, ഞാൻ ഇത്രയും കാലവും കഷ്ടപ്പെട്ട് ഹൈഡ് ചെയ്ത എന്റെ ഐഡന്റിറ്റി അത് റിവീലായി, ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവന്റെ ഡ്രസ്സൊക്കെ വലിച്ചെറിയും. അതിനുശേഷം ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും.
പിങ്ക് മാനാണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, എല്ലാവരും നിന്നെ സൂപ്പർ സയാൻ എന്നല്ലേ വിളിക്കുന്നത്, എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേട്ട് ഗോഹാൻ അവൻ ഞെട്ടും. നിങ്ങൾക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? നിന്റെ പവർ എന്താണെന്ന് എനിക്ക് കാണണം. നീ നിന്റെ സൂപ്പർ സയാൻ പവറിലേക്ക് പോകാനായിട്ട് ആ പിങ്ക് മാൻ പറയും. അത് കേട്ട് ഗോഹാൻ പറയും, അയ്യോ ഇല്ല, സ്റ്റേജിൽ ഇത്ര ആളുള്ളപ്പോ ഞാൻ ഒരിക്കലും ആ പവറിലേക്ക് പോവില്ല. മൊട്ടപ്പനാണെങ്കിൽ ഗോകുനോട് ചോദിക്കും, അവരെന്താ പരസ്പരം സംസാരിക്കണേ? അതിന് ഗോകു പറയും, അവൻ ഗോഹാനോട് സൂപ്പർ സയാൻ മോഡിലേക്ക് മാറാനായിട്ട് പറയുകയാണ്. ഇവിടെ ആ ഒരു ജയന്റ് മാൻ ആണെങ്കിൽ ഡിവൈസ് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സ്പൈക്കനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്കുണ്ടായ ഇൻകൺവീനിയൻസിന് ഞാൻ സോറി പറയാണ്. ഇതിപ്പോ ഞങ്ങളുടെ ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഫൈറ്റിൽ നിങ്ങൾ ഇടപെടാനായിട്ട് പാടില്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയാനെന്ന് മനസ്സിലാവില്ല. വജീറ്റ് ആണെങ്കിൽ തീർത്ത് പറയും, മറ്റാരുടെ ഓർഡേഴ്സ് ഞാൻ കേൾക്കാറില്ല. അത് കേട്ട് പിക്കലോ പറയും, അവൻ മറ്റാരുമല്ല, സുപ്രീം കായാണ്. ഈ വേൾഡ് തന്നെ അവരുടെ അണ്ടറിലാണ്. അത് കേട്ട് എല്ലാവരും ഷൗക്കാവും. ഇവിടെ ജനങ്ങളാണെങ്കിൽ മത്സരം ആരംഭിക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ബഹളം വെച്ച് ആങ്കറിന് നേർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓരോരോ സാധനങ്ങളായിട്ട് വലിച്ചെറിയാനായിട്ട് തുടങ്ങും. ആങ്കറിനാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇത് മുൻപോട്ടേക്ക് കൊണ്ടുപോകണം എന്നറിയില്ല. ഇപ്പൊ ഗോഹാനോട് പറയും, നമുക്കധികം സമയമില്ല, എത്രയും വേഗം ഇതിലേക്ക് പോകണം. വേറെ വഴിയില്ലാതെ ഗോഹാനാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാണ്. ഇവിടെ ചീച്ചിയാണെങ്കിൽ കൺട്രോൾ പോയി ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് കോവിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതൊന്നും അവിടെ കേൾക്കാനായിട്ട് പോകുന്നില്ല. ഇവിടെ ഗോകു ആണെങ്കിൽ ഇപ്പോ ആ സ്പൈക്കൻ പറഞ്ഞത് അഡ്മയർ ചെയ്യാണ്. സ്പൈക്കനാണെങ്കിൽ അവരോട് പറയും, എന്റെ ടീമിലുള്ളവർ ചേർന്ന് ഇപ്പൊ ഗോഹാനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, ഭേദമാവുന്ന പരിക്കുകൾ മാത്രമേ അവന്റെ ബോഡിയിൽ ഉണ്ടാവൂ. അവന്റെ പവർ അത് മെഷർ ചെയ്യുക, അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ ഇടപെടാനായിട്ട് പാടില്ല. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അതെന്തിനാണെന്ന് ഇപ്പോ മൊട്ടപ്പൻ ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ അതിന് മറുപടി പറയില്ല. അതേസമയം നമ്മുടെ ചുന്ദരി പെണ്ണ് വിടൽ അവൾ ഓടി വന്ന് ഇപ്പൊ ഫൈറ്റ് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ ആ പിങ്ക് മാനോട് പറയും, ഞാൻ തയ്യാറാണ്. സൂപ്പർ സയാനും മുകളിലുള്ള എന്റെ സുപ്രീം പവർ അത് ഞാൻ കാണിച്ചു തരാം. അത് കേട്ട പിങ്ക് മാനാണെങ്കിൽ ഷോക്കാവും. സൂപ്പർ സയാനും മുകളിൽ നിനക്ക് പവർ ഉണ്ടെന്നോ? അത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. ട്രങ്ക്സും ആണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് നൈസായിട്ട് മുകളിലേക്ക് കയറി നോക്കുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ അവന്റെ ഫുൾ പവർ അത് പതിയെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ ഒരു സ്റ്റേജ് പവർ അത് താങ്ങാൻ കഴിയാതെ പതിയെ തകരാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ അവന്റെ ഹെയർ അതങ്ങനെ ഗോൾഡൻ കളറിലേക്ക് കൊണ്ടുപോയി ഇപ്പോ സൂപ്പർ സയാൻ മോഡിലേക്ക് മാറും. അവന്റെ പവർ മുഴുവൻ സ്പ്രെഡായി വീശി അടിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ആകാംക്ഷയോട് കൂടെ അത് തന്നെ നോക്കി നിൽക്കും. ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണ് വിടല് അവൾക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ആ പെങ്കുമാനാണെങ്കിൽ ഇപ്പോ ഗോഹാന്റെ പവർ കണ്ട് ഞെട്ടും. ഓനോ, ഞാൻ കരുതിയതിൽ ഒരുപാട് പവർ ഇവന് കൂടുതലാണ്. ഇവിടെ അവരുടെ കയ്യിലുള്ള ഡിവൈസിൽ പവർ ലെവൽ അങ്ങനെ കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കണ്ട് അവർ ഷോക്കാവും. ഗോഹാനാണെങ്കിൽ അവനോട് ചോദിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അത് കിട്ടിയില്ലേ? ഇനി പോരാടണമെങ്കിൽ നിങ്ങൾക്ക് പോരാടാം. വജീറ്റയ്ക്കാണെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവൻ ഈ പവർ വെച്ചാണോ ആ സെല്ലിനെ തോൽപ്പിച്ചത്? എനിക്കിത് കണ്ടിട്ട് വലിയ അത്ഭുതമായിട്ടും തോന്നില്ല എന്ന് പറയും. ഇവിടെ സ്പൈക്കനാണെങ്കിൽ ഷോക്കാവും. ഓനോ, ഞാൻ കരുതിയതിലും വളരെ കൂടുതലാണ് ഇവന്റെ പവർ. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഭയപ്പെടും. കൺട്രോൾ ചെയ്യാനോ? എന്തിന്? നിങ്ങൾ എല്ലാവരും വിളിച്ചു പറയും, ഇതവൻ തന്നെയാണ് സെല്ലുമായിട്ടുള്ള പോരാട്ടത്തിൽ സെല്ലിനോട് ഫൈറ്റ് ചെയ്ത അതേ പയ്യൻ. ഇവിടെ വില്ലന്മാരാണെങ്കിൽ ഇപ്പരം പറയും, ഇതാണ് പറ്റിയ അവസരം, നമുക്ക് എത്രയും വേഗം അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കണം. നിങ്ങൾ എല്ലാവരും അവനെ അനങ്ങാതെ പിടിക്കണമെന്ന് പറയും. ഉടനെ അവരെല്ലാവരും അവിടേക്ക് ചാടി വരികയാണ്. ആ ജയൻസ് ആണെങ്കിൽ ഗോഹാനെ പിടിച്ചു വെച്ച് അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും അവര് വില്ലന്മാരാണെന്ന് കരുതും. ഉടനെ സ്പൈക്കും പറയും, ഞങ്ങൾ അവനെ ഉപദ്രവിക്കാനല്ല, മറിച്ച് ഒരു മിഷന് വേണ്ടിയാണ് ഞങ്ങളത് ശ്രമിക്കുന്നത്. സോ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് പറയും. ഉടനെ അവരെ തന്നെ കൺട്രോൾ ചെയ്യാണ്. ഇവിടെ ജീച്ചിയാണെങ്കിൽ ഉച്ചത്തിൽ ബാളം വയ്ക്കും. ബാക്കിയുള്ളവർ അവളെ പിടിച്ചു നിർത്തും. വിടലാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഗോകു ആണെങ്കിൽ അവളെ തടഞ്ഞു നിർത്തും. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടിനോട് ചോദിക്കും, അവരെന്താ നിന്റെ ചേട്ടനെ ചെയ്യുന്നേ? നിന്റെ അച്ഛനും ബാക്കിയുള്ളവരും എന്തുകൊണ്ടാണ് അവരെ തടയാത്തത്? ഗോട്ടം പറയും, ആരൊക്കെ തടഞ്ഞില്ലെങ്കിലും ഞാൻ അവരെ തടയെന്ന് പറഞ്ഞ് അവൻ പോവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ അവർ രണ്ടുപേരും ചേർന്ന് അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്ത് അവിടുന്ന് അങ്ങനെ പറന്നു പോവാണ്. മുഴുവനായിട്ട് നഷ്ടപ്പെട്ട ഗോഹാനാണെങ്കിൽ തളർന്നു വീഴും. സ്പൈക്കനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തടയും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവരെ ഞാൻ ബാക്ക് ടു നോർമലാക്കും. അതിനു മുൻപ് അവരെ രണ്ടുപേരെ എനിക്ക് പിടിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് പറയും. നമ്മുടെ ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്ന അതേ സമയം തന്നെ സുപ്രീം കായ് ആണെങ്കിൽ ഇപ്പോൾ അവരെ ഫോളോ ചെയ്തു പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.